കുഞ്ഞന്മാർ എന്നുള്ള ടാഗിന് അപ്പുറം എല്ലാവരും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മാത്രമല്ല ഈ ഫോർമാറ്റ് തന്നെ നമുക്കറിയാം ഈ ടെസ്റ്റ് മത്സരത്തിലാണെങ്കിൽ ഈ ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. വൺ ഡേ 50 ഓവർ മത്സരമാണ്. പക്ഷേ T20 ഫോർമാറ്റിൻ്റെ ഒരു സ്വഭാവം തന്നെ നോക്കുമ്പോൾ ആ ഒരു ടാഗ് ലൈൻ മാറ്റിമറിക്കാൻ കഴിവുള്ള പെർഫോമൻസുകൾ എപ്പം വേണമെങ്കിലും ഉദയം ചെയ്യാം. അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ ഒറ്റയാൾ പ്രകടനം കൊണ്ട് കളിയുടെ ഫലം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജയേഷ് പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് നേപ്പാൾ മത്സരം എടുത്തു നോക്കുമ്പോൾ ജയിക്കാവുന്ന ഒരു ഘട്ടം നേപ്പാളിനുണ്ടായിരുന്നു. പക്ഷേ അവസാന ഓവറിലാണ് അവർ പിന്നെ ഇംഗ്ലണ്ട് നേപ്പാളിനെ പിടിച്ച് ഒതുക്കിയത്. അപ്പോൾ ആക്ച്വലി കുഞ്ഞന്മാർ എന്നുള്ള ടാഗ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ കൂടി എക്സ്പീരിയൻസ് അത്രത്തോളം മുഖ്യമല്ലേ? അവർക്ക് വിജയത്തിൽ എക്സ്പീരിയൻസ് എത്രത്തോളം മുഖ്യമാവുന്നുണ്ട്? എക്സ്പീരിയൻസിന് പ്രത്യേകിച്ച് പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേപ്പാൾ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ എക്സ്പീരിയൻസിന് ഒരു വിലയില്ലേ അവിടെ? ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു അത്തരം അതിന് വലിയ പരിഗണന കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് 2 തവണ T20 ലോകകപ്പ് നേടിയ രാജ്യമാണ്. അതേസമയം തന്നെ ഇംഗ്ലണ്ട് പല ലോകകപ്പുകളിൽ അവർക്ക് ഇത്തിരി കുഞ്ഞന്മാർക്ക് മുന്നിൽ ഇത്തിരി കുഞ്ഞൻ എന്ന ടാഗ് ലൈനുമായി വന്ന ടീമുകൾക്ക് മുന്നിൽ അവർ വീണ് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. 2011 ഏകദിന ലോകകപ്പ് വലിയ ഉദാഹരണമാണ്. അന്ന് അവർ കെവിൻ ഒബ്രയാൻ്റെ സെഞ്ചുറിയിൽ അവർ വീണ് പോകുന്നു. 2009 അവർ നെതർലാൻഡ്സിനോട് വീണ് പോകുന്നുണ്ട്. 2023 അവർ അഫ്ഗാനിസ്ഥാനോട് വീണ് പോകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനൊക്കെ ഈ ടീമുകളൊക്കെ താരതമ്യേന എക്സ്പീരിയൻസ്ഡ് ആയ ഇംഗ്ലണ്ടിനെ വെച്ച് നോക്കുന്ന സമയത്ത് താരതമ്യേന ദുർബലരായ ടീമാണ് ഈ അഫ്ഗാനിസ്ഥാനും നെതർലാൻഡ്സും അയർലൻഡും ഒക്കെ. അവരെന്നെ അട്ടുപറിക്കുന്നത്. ഈ മത്സരം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 3 ഓവറിൽ 46 റൺസ് വേണമെന്നിരിക്കെ അവരുടെ ഏറ്റവും മികച്ച ബോളറായ ആർച്ചർ ബോൾ ചെയ്യാൻ വരുന്ന സമയത്ത് ആർച്ചറിനെയാണ് ആ ലോകേഷ് ബാം ഇട്ടിട്ട് 3 6ഉം ഒരു 4 അടിക്കുന്നത്. അതായത് ഇവർ ഈ കളി തുടങ്ങുന്ന സമയത്ത് തന്നെ നേപ്പാൾ ബോളിംഗ് കൊണ്ടും അവരെ ഉറപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബട്ട്ലറും അവരുടെ ഓപ്പണർമാർ 2 പേരും പവർ പ്ലേയിൽ വീണ് പോകുന്നുണ്ട്. ഒരു 14 മുതൽ 17 വരെയുള്ള ഓവറുകളിൽ അവർക്കൊരു 19 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇംഗ്ലണ്ടിന്. എന്ന് പറഞ്ഞാൽ അവസാനം ഒരു 17 ഓവറൊക്കെ പൂർണ്ണമാകുന്ന സമയത്ത് ഒരു 139 റൺസൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത്. ആ 3 ഓവറിൽ മാത്രം ഒരു വിക്കറ്റ് കളയുന്നുണ്ട്. എന്നിട്ട് അവസാനം വിൽ ജാക്സ് ആ 2-3 ഓവറിൽ അടിച്ചിട്ടാണ് അവർ ഈ 160 മുകളിൽ സ്കോറിലെത്തിക്കുന്നത്. പക്ഷേ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആർച്ചർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയറാണ്. പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് ഇതിൽ വിഷയമാവുന്നുണ്ടെന്നാണ് അത് തീർച്ചയായും അങ്ങനെയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും. കാരണം USA-ക്കെതിരെയൊക്കെ ഇന്ത്യക്ക് ആ ബോളർമാരെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൽക്യുക്കിനെ നേരിടാൻ കഴിഞ്ഞിട്ടുള്ള, മുജീബിനെ നേരിടാൻ അങ്ങനെ കുറേ ബോളർമാരുണ്ടല്ലോ. ഇവരെയൊന്നും നേരത്തെ നേരിടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായേക്കാം എന്നുള്ള റിയാലിറ്റിയാണ്.